VS ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന തരത്തിലുള്ള അദ്ദേഹം അന്തരിച്ചു എന്ന തരത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നത് സ്വാഭാവികമായും VS ഓരോരുത്തർക്കും എത്രയോ പ്രിയപ്പെട്ട നേതാവായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്ന തരത്തിലുള്ളതാണ് ജനങ്ങളുടെ ഓരോ അന്വേഷണങ്ങളും എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം VS എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, നിലപാടിൽ ഉറച്ചു നിന്ന നേതാവാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് VS ഈശ്വര വിശ്വാസിയായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഈശ്വരവിശ്വാസികളായിരിക്കില്ല, പക്ഷേ ഈശ്വരവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരെയും നമ്മൾ വർത്തമാനകാലത്ത് കണ്ടുവരുന്നുണ്ട്. പക്ഷേ VS എന്തുകൊണ്ട് ഈശ്വരവിശ്വാസിയായില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നെ നൽകിയ ഒരു ഉത്തരമുണ്ട്. അദ്ദേഹത്തിൻ്റെ 96-ാം പിറന്നാൾ ദിനത്തിലാണ്, പിറന്നാൾ സമയത്താണ് അദ്ദേഹത്തോട് ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള വ്യക്തി ഉന്നയിക്കുന്നത്. സഖാവെ, എന്തുകൊണ്ടാണ് അങ്ങ്, എങ്ങനെയാണ് സഖാവിന് ഈശ്വരവിശ്വാസം ഇല്ലാതായത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിച്ചതിനെക്കുറിച്ച് ആ സന്തത സഹചാരി തന്നെ പിന്നീട് വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്. അതായത് എൻ്റെ ചോദ്യം കേട്ട് VS കസേരയിലേക്ക് ചാരിയിരുന്ന് ഒന്ന് ആലോചനയിൽ അമർന്നു. പിന്നീട് കുനിഞ്ഞിരുന്ന് താഴേക്ക് നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരകമായ അസുഖമായ വസൂരി പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും. ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടുകൊടുത്താലായി. പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കുമായിരുന്നു. ദുരിതത്തിന് അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും. എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി. ഞാനന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു തരും. നോക്കിയാൽ പുര മാത്രം കാണാം. അമ്മ ഒരുപക്ഷേ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഒരു നിമിഷം സഖാവ് VS നിശബ്ദനായി. പിന്നെ തുടർന്നു. കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും. അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് തനിക്കറിയുമായിരുന്നില്ല. പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു. അച്ഛൻ മാത്രമായിരുന്നു പിന്നെയുള്ള ഏക ആശ്രയൻ. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി. പേടിച്ച് വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ട് കിടന്ന് രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെ തരണേയെന്ന് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളികേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി. അറിയാതെ കണ്ണിലൂറി വന്ന കണ്ണുനീർ കുമിള ചീമ്പിപ്പൊട്ടിച്ച് പതിയെ സന്തത സഹചാരി VSന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നുള്ളതാണ് അദ്ദേഹം എഴുതുന്നത്. അതായത് റിയാസ് അത് വായിച്ച് ആ ഒരു അനുഭവം വായിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി ഞാനൊന്ന്